ഹലോ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ഒരു ചെറിയൊരു സന്ദേശം ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പൗലോസിൻ്റെ ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല എഫക്റ്റീവ് ഒരു ടെസ്റ്റ് മണി കൂടെയാണ് പൗലോസിൻ്റെ ഒരു ജീവിതം. ബട്ട് അതിൽ എന്നെ ചിന്തിപ്പിച്ചത് ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് എന്നെ കൂടുതൽ ടച്ച് ചെയ്തത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ലാസ്റ്റ് അധ്യായങ്ങൾ 23, 24 ആ അധ്യായങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പൗലോസിൻ്റെ റോമിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. അവിടെ പൗലോസ് ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല പോകുന്നത്, ബട്ട് ഒരു ജയിൽ പുള്ളിയായിട്ടാണ് പോകുന്നത്. ഒരു തടവുകാരനായിട്ടാണ് പൗലോസ് പോകുന്നത്. അവിടെ നമ്മൾ കാണുന്നത് അവർ യാത്ര തുടങ്ങുന്ന മുന്നേ ശതാധിപൻ കൂടെയുണ്ട്, കൂടെ വേറെ ആൾക്കാർ പൗലോസിൻ്റെ കൂടെ ഉണ്ട്. പൗലോസ് മുന്നമേ ശതാധിപനോട് പറഞ്ഞു, നമ്മളുടെ ഈ യാത്ര സുഖകരമായ യാത്രയല്ല, പലവിധമായ കാറ്റും പ്രശ്നങ്ങളും ഈ യാത്രയിലുണ്ട്. എന്നാൽ പോലും ശതാധിപൻ പൗലോസിൻ്റെ വാക്ക് കേൾക്കാതെ വണ്ണം ശതാധിപൻ ആ കപ്പൽക്കാരൻ്റെ ആ വാക്ക് കേട്ട് അവൻ യാത്ര തുടരുന്നു. ഞാൻ ഇവിടെ ഒരു ചേഞ്ചിൻ്റെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പലവട്ടം നമ്മൾ ഏതെങ്കിലും സ്റ്റെപ്പ് നമ്മൾ ഒന്ന് സക്സസ് ആവണമെന്ന് കരുതിയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ, നമ്മൾ എപ്പോഴൊക്കെ സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അത് ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് ആയേക്കാം, നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് ആയേക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജോബ് റിലേറ്റഡ് ടൈം ഇല്ലാത്ത പക്ഷം നമ്മൾ സക്സസ് ആവാത്ത രീതിയിൽ ചില കാര്യങ്ങൾ, നമ്മളെ നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ പുറകോട്ട് വലിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അതിനുശേഷം ഈ വാക്യം ഞാൻ പഠിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ അത്ര വിശ്വാസം ഇല്ലായിരിക്കും ശതാധിപന് പൗലോസിന്. പക്ഷേ ആ അധ്യായത്തിൽ തന്നെ അവസാനത്തെ വാക്യത്തിൽ അവിടെ കൂടെ ആയിരിക്കുന്ന ജയിലേഴ്സ് പൗലോസിനെ കൊല്ലുവാൻ പ്ലാൻ ഇട്ടപ്പോൾ ഈ ശതാധിപൻ തന്നെ ഈ പൗലോസിനെ രക്ഷിക്കുവാൻ ചിന്തിക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തുടക്കത്തിൽ ആ ശതാധിപൻ ഒരു വാക്ക് പോലും, പൗലോസ് പറയുന്ന ഒരു വാക്ക് പോലും വിശ്വസിച്ചില്ല. അവൻ ആ യാത്ര അത് തുടരുന്നു. പൗലോസ് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, എന്നാൽ പോലും ആ വാക്ക് അനുസരിക്കാതെ വണ്ണം ആ യാത്ര തുടരുന്നു. എന്നാൽ അവസാനത്തെ ആ വാക്യം ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, ശതാധിപൻ പൗലോസിനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ രക്ഷിക്കുവാനുള്ള ഏത് വ്യക്തിയാണോ അവനെ പൗലോസിനെ തടവുകാരനായിട്ട്, ഒരു ജയിലറായിട്ട്, അല്ലെങ്കിൽ ഒരു ആപത്ത് വരുത്തുവാൻ ആഗ്രഹിച്ചോ ആ വ്യക്തി തന്നെ പൗലോസിനെ രക്ഷിക്കുവാൻ അവിടെ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു സന്ദേശം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളുടെ മുമ്പാകെ ഒരു ബേർഡൻ അല്ലെങ്കിൽ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകണം. എന്തെന്ന് വെച്ചാൽ കർത്താവ് പറയുന്നുണ്ട് ഒരു വാക്യത്തിൽ, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പലതവണ ആഗ്രഹിക്കാറുണ്ട്. ഏതെങ്കിലും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ ജീവിതം ഇങ്ങനെ ആയി തീരത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നത്, നമ്മളെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വേറെ, നമ്മുടെ ചിന്താകുലങ്ങൾ ഉപരിയായിട്ടാണ് കർത്താവ് നമ്മളെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഏത് മനുഷ്യരായിരുന്നാലും, ഏത് തോട്ട്സ് ആയിരുന്നാലും, ഏത് വ്യക്തികൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നോ ആ വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് ഉപയോഗിക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളത് വിശ്വസിക്കണം. ആരൊക്കെ നിങ്ങളെ തല താഴ്ത്തുവാനോ, ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല എന്ന് അങ്ങനെ ആഗ്രഹിച്ച് നടന്നവരുണ്ടെങ്കിൽ ആ വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വസിക്കുക. നമ്മൾ ഈ പൗലോസിൻ്റെ യാത്ര കണ്ടതുപോലെ ശതാധിപൻ്റെ ജീവിതം കർത്താവ് എങ്ങനെയാണോ മാറ്റിയത്, അങ്ങനെ പലരുടെ ജീവിതം കർത്താവ്, നിങ്ങളുടെ ജീവിതം മൂലമായി കർത്താവ് പലരുടെയും ജീവിതം മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.